ആണ്ടുവട്ടത്തിലെ 1-ാം വാരം ബുധൻ. തിരുവചനം: നമുക്ക് അടുത്ത ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 1:38. പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നുവന്ന അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തിയപ്പോൾ യേശുവിൻ്റെ ജനപ്രീതി പെട്ടെന്ന് ഉയർന്നു. അപ്പോസ്തലന്മാരും വളരെയധികം സന്തോഷിച്ചു. കാലാവസ്ഥ അനുകൂലമായതിനാൽ അവിടെ തന്നെ തങ്ങുവാൻ എല്ലാവരും ആഗ്രഹിച്ചു, എല്ലാവരും തീരുമാനിച്ചു. എന്നാൽ യേശു അതിരാവിലെ എഴുന്നേറ്റ് വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥനയിൽ മുഴുകി. കഴിഞ്ഞ ഒരു ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും പിതാവിൻ്റെ മുമ്പിൽ യേശു സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ യേശു തൻ്റെ അടുത്ത ദിവസത്തെ പ്രവർത്തന മേഖല പിതാവിൽ നിന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് യേശു എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ പദ്ധതി പങ്കുവയ്ക്കുകയാണ്: നമുക്ക് അടുത്ത ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പോകാം. കെട്ടിക്കിടക്കുന്ന ജലാശയം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് നാം പുഴ പോലെ ഒഴുകണം. കർത്താവിൻ്റെ പദ്ധതിക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ, യേശയ്യാ 55:11, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ.